Hello. Again, we are going to take our fourth chapter, that is gravitation. Okay. എന്താണ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ? നമുക്കറിയുന്ന ഒരു സ്റ്റോറി ഉണ്ട് അല്ലേ? നമ്മുടെ ഐസക് ന്യൂട്ടൻ എന്റെ തലയിലോട്ട് എന്ത് ചെയ്തു? ആപ്പിൾ വീണു. സോ ഐസക് ന്യൂട്ടൻ ആലോചിച്ചു എന്തുകൊണ്ടാണ് ഈ ഒരു ആപ്പിൾ താഴോട്ട് വീണത്, എന്തുകൊണ്ട് മുകളിലേക്ക് പോയി? അപ്പൊ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ഓൾറെഡി കേട്ട ഒരു കഥയാണ് അല്ലേ? സോ ഈ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ. സോ നമുക്കറിയുന്ന ഒരു കാര്യമാണ് അല്ലെ, ഏതൊരു ഒബ്ജക്ട് നമ്മളിങ്ങനെ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇത് നമ്മുടെ താഴോട്ടാണ് വീഴുന്നത്. സോ അതെന്തുകൊണ്ടായിരിക്കടാ? അതെന്തുകൊണ്ടായിരിക്കും? എർത്ത് എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? എല്ലാ ഒബ്ജക്ട്സുകളെയും അട്രാക്ട് ചെയ്യുന്നുണ്ട്. എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നുണ്ട്. ഇനി എങ്ങോട്ടാണ് ആകർഷിക്കുന്നത്? മുകളിലേക്കാണോ? അല്ല, ടുവേർഡ്സ് ദ സെന്റർ ഓഫ് എർത്ത്. എർത്തിന്റെ സെന്ററിലേക്കാണ് എന്ത് ചെയ്യുന്നത്? അട്രാക്ട് ചെയ്യുന്നത്. ഈ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഓക്കെ. അപ്പൊ എന്താണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാല്? എർത്ത് എല്ലാ ഒബ്ജക്ട്സുകളെയും അതിന്റെ സെന്ററിലോട്ട് ആകർഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഓക്കെ. ഇനി എർത്ത് മാത്രമാണോ അട്രാക്ട് ചെയ്യുന്നത്? അല്ല, ഈ യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്ട്സുകളും എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓൾ ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ. എർത്ത് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ എല്ലാ ഒബ്ജക്ട്സുകളും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തിന് ഈക്വൽ ആടാ? ഈ ഒബ്ജക്റ്റുകളുടെ മാസുകൾക്ക് തമ്മിൽ ഈക്വൽ ആണ്. ഓക്കെ. അതായത് എർത്ത് മാത്രമല്ല അട്രാക്ട് ചെയ്യുന്നത്. എന്താണ്? നമ്മുടെ സപ്പോസ് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഇറ്റ്സ് മാസ് ഈസ് m1. ഓക്കെ. അനദർ ഒബ്ജക്റ്റ് ഉണ്ട് m2. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് d. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഒബ്ജക്ട്സുകളും തമ്മിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്തിന് പ്രപ്പോർഷൻ ആണിടാ? ഇവരുടെ മാസുകളുടെ പ്രോഡക്റ്റിന് തമ്മിൽ പ്രപ്പോർഷണൽ ആണ്. The force of attraction between two objects is directly proportional to product of their masses. ഇവരുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലാണ്. ഇനി ആൾസോ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ. അതായത് എർത്ത് മാത്രമല്ല അട്രാക്ട് ചെയ്യുന്നുള്ളത്, ഈ യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്ട്സുകളും തമ്മിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഈ അട്രാക്റ്റീവ് ഫോഴ്സ് എന്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണോ? ഇവരുടെ മാസുകളുടെ പ്രോഡക്റ്റിന് നേർ അനുപാതത്തിലാണ്. അതുപോലെ തന്നെ ഇവരുടെ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് വിപരീത അനുപാതത്തിലാണ്. സോ F proportional to m1 m2 and also F proportional to 1/d². ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷൻസും കൂടെ കമ്പൈൻ ചെയ്യാം. സോ വി വിൽ ഗെറ്റ് F proportional to m1 m2 whole divided by d². Okay. So this proportionality can be replaced by a constant g. Okay. So F equal to g m1 m2 by d². Okay. ഈ അട്രാക്റ്റീവ് ഫോഴ്സ് എന്തിന് ഈക്വൽ ആണോ? g ഇൻറ്റു m1 m2 by d². ഈ ജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. എന്താ വിളിക്കുക? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഓക്കെ. ഈ ജിക്ക് എന്തുണ്ടടാ? ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ. ഈ ജിന്റെ വാല്യൂ എത്രയാണ്? 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഓക്കെ. സോ F proportional to m1 m2 by d². F equal to g m1 m2 by d². g നമ്മൾ വിളിക്കുന്ന പേരാണ്
യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഈ ജിന്റെ വാല്യൂ എത്രയാടാ 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്ത കാര്യം തന്നെയാണ്. ഇവിടെ രണ്ട് ഒബ്ജക്റ്റുകൾ ഉണ്ട്, ഇവരുടെ തമ്മിലുള്ള മാസ് m1 m2. ഇനി ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് d ആണെങ്കിൽ അക്കോർഡിംഗ് ടു യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ ലോ F proportional to m1 m2, then F inversely proportional to square of distance between them. So combining these, for example, this is equation 1, equation 2, combining 1 and 2, we will get F proportional to m1 m2 by d square. Okay, so this proportionality can be replaced by a constant g. So we can write F equal to g m1 m2 by d square. Okay, ഈ ജീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഈ ജിന്റെ വാല്യൂ ഈ യൂണിവേഴ്സൽ എന്തായിരിക്കടാ സെയിം ആണ്, ജിന്റെ വാല്യൂ മാറുന്നില്ല. ണല്ലോ. സോ ദിസ് അട്രാക്റ്റീവ് ഫോഴ്സ് F എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മാസ് ഓഫ് ദ ഒബ്ജക്ട്സ് അല്ലെ, മാസുകളുടെ ഒബ്ജക്റ്റുകളുടെ മാസുകൾക്കും പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു മാസസ്. ഇനി ജീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ജീന്റെ വാല്യൂ എത്രയാടാ 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് universal gravitation. Okay. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്ത്, F equal to gm1 m2 by d square. ഇനി നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഇതില് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ മാസ് ഡബിൾ ചെയ്യാം, മറ്റേ ഒബ്ജക്റ്റിന്റെ മാസ് ട്രിപ്പിൾ ചെയ്താൽ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷന് എന്ത് പറ്റും? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ആണ് എന്ത്, F equal to g m1 m2 by d square. ഓക്കെ, നമ്മളോട് പറയുന്നത് ഒരാളെ നമ്മൾ ഡബിൾ ചെയ്തു ഇൻറ്റു 2, ഒരാൾ നമ്മൾ ട്രിപ്പിൾ ചെയ്തു ഇൻറ്റു 3 ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുതിയ ഫോഴ്സ് എങ്ങനെയായിരിക്കും, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയായിരിക്കും? അപ്പൊ സപ്പോസ് ദിസ് ഈസ് ദ ഫോഴ്സ് ഓൾഡ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, F ന്യൂ കാണാം, ന്യൂ അട്രാക്റ്റീവ് ഫോഴ്സ് കാണാം. ഓക്കെ, ജി മാറ്റവും ഇല്ല. m1 പകരം നമ്മൾ എന്ത് ചെയ്തു 2m1 കൊടുത്തു, m2 പകരം നമ്മൾ ട്രിപ്പിൾ ചെയ്തു എന്നാ പറഞ്ഞിട്ടുള്ളത് 3m2 ഡിവൈഡഡ് ബൈ d സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇനി മാം എന്ത് ചെയ്തു, ഈ 2-നെയും ഈ 3, സോ 2 into 3 6. ഓക്കെ, 6 നമ്മൾ പുറത്തേക്ക് എടുത്തു, g m1 m2 by d സ്ക്വയർ. ഓക്കെ, ഈ g m1 m2 by d സ്ക്വയർ ആണ് എന്താ നമ്മുടെ F ഓൾഡ്. സോ F ന്യൂ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ പുതിയ നമ്മുടെ അട്രാക്റ്റീവ് ഫോഴ്സ് എന്തിന് ഈക്വൽ ആണ്? 6 into F ഓൾഡ്. പഴയ അട്രാക്റ്റീവ് ഫോഴ്സിന്റെ 6 മടങ്ങ് കൂടുതലായിരിക്കും എപ്പോ നമ്മൾ ഒരാളുടെ മാസ് ഡബിൾ ചെയ്യുക, മറ്റേ മാസ് ട്രിപ്പിൾ. ഇതേപോലെ നമുക്ക് വരാനുള്ള ചാൻസ് എന്ന് പറയാം ഡിസ്റ്റൻസ് ഡബിൾ ചെയ്യുക, ഡിസ്റ്റൻസ് ഹാഫ് ചെയ്യുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഡിസ്റ്റൻസ് ഡബിൾ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിക്ക് പകരം നമ്മൾ 2d എന്നെടുക്കണം. ഇനി ഹാഫ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഡിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യണം, d/2 എടുത്തിട്ട് ഇതേപോലെ ചെയ്തു കൊടുക്കുക. ഓക്കെ, വീണ്ടും ആ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ഈസ് ഡബിൾഡ് അല്ലെ, ഡിസ്റ്റൻസ് ഡബിൾ ചെയ്താൽ അട്രാക്റ്റീവ് ഫോഴ്സിന് എന്ത് പറ്റും? നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട പറ്റി നമുക്ക് അറിയുന്ന ഇക്വേഷൻ എഴുതി കൊടുക്കുക. F equal to g m1 m2 by d സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഡിക്ക് പകരം നമ്മൾ ഡബിൾ ചെയ്തു, ദാറ്റ് ഈസ് 2d. ഡിക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു 2d എന്ന് കൊടുത്തു. ഇനി ദിസ് ഈസ് ഓൾഡ്. ഇനി F ന്യൂ എന്താണ്, g m1 m2 by d സ്ക്വയർ എന്ന് പകരം 2d the whole square. 2d the whole square which is equal to g m1 m2 by 4d square. മാറിപ്പോകരുത്, 2d the whole square എന്നാണ്. 2d the whole square എന്ന് പറഞ്ഞാൽ എന്താടാ
2 square into d square, that is 4d square, 4d square. Okay, so ഞാൻ എന്ത് ചെയ്യാണ്, which is equal to 1/4. Okay, 1/4 കോമൺ ആയി പുറത്തെടുത്തു. gm1 m2 by d square. Okay, gm1 m2 by d square നമുക്ക് എന്ത് കൊടുക്കാം, f ഓൾഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് ഡബിൾ ചെയ്താല് ആദ്യമുള്ള ഫോഴ്സിന്റെ 1/4 ആയിട്ട് എന്ത് ചെയ്യടാ, ഇത് ന്യൂ ഫോഴ്സ് ചുരുങ്ങും. ഓക്കെ ആണല്ലോ. അപ്പോ മാസ് ഡബിൾ ചെയ്യുക, അല്ലെങ്കിൽ മാസ് ട്രിപ്പിൾ ചെയ്യുക, അതേപോലെ ഡിസ്റ്റൻസ് ഡബിൾ ചെയ്യുക, ഡിസ്റ്റൻസ് ഹാഫ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അടുത്തതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒബ്ജക്റ്റിനെ ഡ്രോപ്പ് ചെയ്യുന്നു അല്ലെ, ഇത് താഴോട്ട് വീഴുന്നു. താഴോട്ട് വീഴുന്നത് എന്തുകൊണ്ടാടാ, എർത്ത് ഇതിനെ അട്രാക്ട് ചെയ്യുന്നത്, ഈസ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലെ. ഗ്രാവിറ്റി കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒബ്ജക്റ്റ് താഴേക്ക് വീഴുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റ് ആക്സിലറേഷൻ ഉണ്ടാവുമല്ലോ, ഉണ്ടാവും അല്ലെ. ആ ആക്സിലറേഷൻ അല്ലെ, ആക്സിലറേഷൻ കൊടുക്കുന്നത് ആരാണ്, നമ്മുടെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയാണ്. സോ ആ ഒരു ആക്സിലറേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൂഗുരുത്വ ത്വരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി മൂലം ആ വസ്തുവിനുണ്ടാകുന്ന ത്വരണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാടാ, ജി. ഏതാണ്, ജി. ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ വാല്യൂ എത്രയാണ്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ acceleration of the object by the force of gravity is known as acceleration due to gravity. Then it is denoted by the letter G. ഇനി ജിന്റെ വാല്യൂ എത്രയാണ്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ ഇതൊരു എർത്ത് അല്ലെ, എർത്തിന്റെ മാസാണ് ക്യാപിറ്റൽ ലെറ്റർ എം. ഇനി ഇവിടെ എന്തൊരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റിന്റെ മാസ് എം, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് r. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ആണ് എന്ത്, F ഈക്വൽ ടു ജി m1 m2 ബൈ r സ്ക്വയർ. ഓക്കെ, സോറി d സ്ക്വയർ. ഇനി ഈ m1 എന്ന് പറയുന്നത് നമുക്ക് എർത്തിന്റെ മാസായിട്ടും m2 എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ മാസായിട്ട് എടുക്കാം. ഇനി d എന്ന് പറയുന്നത് എത്രയാടാ, r. സോ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, F ഈക്വൽ ടു ജി ക്യാപിറ്റൽ ലെറ്റർ എം സ്മാൾ ലെറ്റർ എം ഡിവൈഡഡ് ബൈ r സ്ക്വയർ. ഓക്കെ, സോ ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ F ഈക്വൽ ടു mg. ഓക്കെ, സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. നമ്മൾ എന്ത് ചെയ്യടാ, ഈ രണ്ട് ഇക്വേഷൻസും കൂടെ കമ്പൈൻ ചെയ്യുക. കമ്പൈനിങ് 1 and 2 we can write g m by r square equal to mg. ഓക്കെ, എമ്മും എമ്മും ക്യാൻസൽ ചെയ്താൽ നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ഓക്കെ, acceleration due to gravity equal to g m by r square. acceleration due to gravity ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതൊക്കെയാണ്, mass of the earth, radius of the earth, പിന്നെ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് g. ഓക്കെ, ജിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. എമ്മോ മാസ് ഓഫ് എർത്ത് മാറുന്നില്ല, റേഡിയസ് ഓഫ് ദ എർത്തും മാറുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഏതൊരു ഒബ്ജക്റ്റും നമ്മൾ എർത്തിലേക്ക് ഇടുന്ന സമയത്ത് അത് വീഴുന്നത് ഏത് ആക്സിലറേഷനിലായിപ്പെടാ, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പൊ ജി കാണാനുള്ള ഇക്വേഷൻ ഏതാണ്, ക്യാപിറ്റൽ ലെറ്റർ ജി എം ബൈ ആർ സ്ക്വയർ. ഓക്കെ, സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മാസ് ഓഫ് ദ ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഒരു വലിയ ഫോർ എക്സാമ്പിൾ നമ്മൾ നല്ല വെയിറ്റ് ഉള്ള ഒരു കല്ല്, അതേപോലെ ചെറിയൊരു വെയിറ്റ് ഉള്ള കല്ല്, രണ്ടും നമ്മൾ ഒരേ സമയം ഇടുന്ന സമയത്ത് രണ്ടും ഒപ്പായിരിക്കും എന്ത് ചെയ്യാൻ നമ്മുടെ താഴോട്ട് വരുന്നത്. അതെന്തുകൊണ്ടാണ്, ഈ രണ്ട് ഒബ്ജക്റ്റും, അതായത് ഈ രണ്ട് ഒബ്ജക്റ്റ്, ഒരാൾ ഹെവി ഒബ്ജക്റ്റ് ആണെങ്കിലും നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മാസ് ഓഫ് ദ ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ വേറൊരു കേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാംഗോ ആൻഡ് ലീവ്സ് fall down from a mango tree at the same time.
will they reach the ground together? Okay. മാങ്ങില്ല അല്ലെ, നമ്മൾ ഒരേ സമയം താഴേക്ക് ഇടുന്ന സമയത്ത് രണ്ടും ഒപ്പാണ് വീഴുന്നത്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G 9.8 ആണ് നമുക്കറിയാം അല്ലെ. പക്ഷെ ഇവിടെ എന്താ മക്കളെ, ഈ മാംഗോന്റെ ഷേപ്പ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു വെയിറ്റ് കൂടിയ മാംഗോന്റെ ഷേപ്പ്, മാംഗോ ഒന്നുമല്ല, നിങ്ങൾ മാംഗോ ആണെന്ന് വിചാരിക്കും. ഓക്കെ, അതേപോലെ ലീഫ് ഉണ്ട് അല്ലെ. സോ ഈ ലീഫിൽ എന്ത് ചെയ്യുന്നുണ്ടാ, ഇതിനെ ഒരു അപ്വേർഡ് ഫോഴ്സ് ആക്ട് അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ എയർ റെസിസ്റ്റൻസ് ഉണ്ട് ഈ ലീഫിന്റെ മുകളിൽ, എയർ റെസിസ്റ്റൻസ്. അപ്പൊ ലീഫ് ഇങ്ങനെ താഴോട്ട് വരുന്ന സമയത്ത് എയർ റെസിസ്റ്റൻസ് ഉണ്ട്. ഈ മാംഗോന്റെ മുകളിലും എയർ റെസിസ്റ്റൻസ് ഉണ്ട്, പക്ഷേ കമ്പയർഡ് ടു അല്ലെ നമ്മുടെ ലീഫിൽ നോക്കുമ്പോൾ എയർ റെസിസ്റ്റൻസ് കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ആരായിരിക്കും ആദ്യം താഴേക്ക് വരുന്നത്? നമ്മുടെ മാംഗോ ആണ്. മാംഗോ ആണ് താഴേക്ക് ആദ്യം എത്തുന്നത്. മാംഗോ റീച്ചസ് ദ ഗ്രൗണ്ട് ഫസ്റ്റ്. കാരണം ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G പ്രകാരം രണ്ടും ഒരേ സമയമാണ് എത്തേണ്ടത്. പക്ഷേ ഇവിടെ എന്തുണ്ടടാ, എയർ റെസിസ്റ്റൻസ് ഉണ്ട്. സോ എയർ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ലീഫ് കുറച്ച് വൈകിട്ടാണ് എത്തുക. ആദ്യം നമ്മൾ ആരാണ് വീഴുന്നത്? ഇവിടെ മാംഗോ. ഓക്കെ, അതിന് വേണ്ടിയിട്ടില്ലേ നമ്മുടെ ന്യൂട്ടൺ ചെയ്തൊരു എക്സ്പെരിമെന്റ് ആണ് ഫെദർ ആൻഡ് കോയിൻ എക്സ്പെരിമെന്റ്. ഓക്കെ, ഈ ഫെദർ ആൻഡ് കോയിൻ എക്സ്പെരിമെന്റിൽ അയാൾ ചെയ്തത് എന്താ മക്കളെ, ആദ്യം ഒരു ട്യൂബ് എടുത്തു അല്ലെ. ആ ട്യൂബിൽ എന്തുണ്ടായിരുന്നു? എയർ ഉണ്ടായിരുന്നു. എന്നിട്ട് അയാള് ഒരു കോയിനും ഒരു ഫെദറും വീഴ്ത്തുന്നു. സോ വീഴ്ത്തുന്ന സമയത്ത് ആദ്യം ആര് വീഴും? കോയിന് വീഴും. ഈ ഫെദർ വരാൻ കുറച്ച് സമയം, കാരണം എന്താണ്, ഈ ഫെദറിന്റെ പെർട്ടിക്കുലർ ഷേപ്പ് മൂലം ഈ ഫെദറിൽ എയർ റെസിസ്റ്റൻസ് കൂടുതലാണ്. കോയിലിൽ എയർ റെസിസ്റ്റൻസ് ഇല്ല എന്നല്ല, കമ്പയർഡ് ടു ഫെദർ എയർ റെസിസ്റ്റൻസ് കുറവാണ്. ഓക്കെ, എയർ റെസിസ്റ്റൻസ് കുറവാണ്. ഇനി അതുകൊണ്ട് തന്നെ നമ്മുടെ കോയിനായിരിക്കും എന്ത് ചെയ്യാ ആദ്യം വീഴുന്നത്. ഇനി രണ്ടാമത്തെ ട്യൂബ് എന്താണ്? ഇവാക്യുവേറ്റഡ് ട്യൂബ് അല്ലെ. എന്താ ഇവാക്യുവേറ്റഡ് ട്യൂബ് എന്ന് പറഞ്ഞാൽ? അതിലെന്താണ്? വാക്വം ആണ്, എയർ ഇല്ല. സോ എയർ ഇല്ലാത്ത സമയത്ത് ഇത് രണ്ടും എങ്ങനെയായിരിക്കടാ? ഒരേ സമയമാണ് വീഴുന്നത്. ഈ ഒരു എക്സ്പെരിമെന്റിന്റെ പേരാണ് ഫെദർ ആൻഡ് കോയിൻ എക്സ്പെരിമെന്റ്. ഓക്കെ, ആദ്യം ചെയ്യുമ്പോൾ നമ്മുടെ ട്യൂബ് ഫിൽഡ് വിത്ത് എയർ ആണ്. സോ അതുകൊണ്ട് തന്നെ കോയിൻ ആണ് ആദ്യം വീഴുന്നത്. ഇനി രണ്ടാമത്തെ കേസ് അയാൾ ചെയ്തത് ഇതിനെ ഇവാക്യുവേറ്റ് ചെയ്തു. ഇവാക്യുവേറ്റ് ചെയ്ത സമയത്ത് രണ്ടും ഒറ്റമാണ് വീട്. കാരണം എന്താടാ, അവിടെ എയർ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല. ഇനി നമുക്കറിയാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെ. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G എന്താടാ? G ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ G m/r². ഓക്കെ, നമുക്കറിയാം ജിന്റെ വാല്യൂ എല്ലായിടത്തും സെയിം ആണ്, കോൺസ്റ്റന്റ് ആണ് അല്ലെ. എർത്തിന്റെ മാസും കോൺസ്റ്റന്റ് തന്നെയാണ് അല്ലെ, മാറുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ റേഡിയസ് കോൺസ്റ്റന്റ് ആണെടാ. എർത്തിന്റെ റേഡിയസ് പർട്ടിക്കുലർ വാല്യൂ ആണ്. നമുക്കറിയാം സർക്കിൾ ആണെങ്കിൽ റേഡിയസ് ഈക്വൽ ആണ് അല്ലെ. എർത്തിന്റെ ഷേപ്പ് സർക്കിൾ ആണോ? അല്ല. എർത്തിന്റെ ഒരു ജിയോയിഡൽ ഷേപ്പാണ്. അതായത് എർത്തിന്റെ സെന്ററിൽ നിന്നും ഇങ്ങോട്ടുള്ള ഈ അല്ലെ ഇക്വേറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? ഇക്വറ്റോറിയൽ റേഡിയസ് RE, ഇക്വറ്റോറിയൽ റേഡിയസ്. അങ്ങനെയാണെങ്കിൽ എർത്തിന്റെ സെന്ററിൽ നിന്നും പോളിലേക്കുള്ള ദൂരമാണ് എന്ത്? പോളാർ റേഡിയസ്. ഓക്കെ, ഇക്വറ്റോറിയൽ റേഡിയസും പോളാർ റേഡിയസും ഉണ്ട്. ഇനി എർത്തിന്റെ ഇക്വറ്റോറിയൽ റേഡിയസ് വലുതും പോളാർ റേഡിയസ് ചെറുതും. അപ്പൊ വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, സോ എന്താ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാല് ഇക്വേറ്ററിലുള്ള ജീന്റെ വാല്യൂ പോളിലുള്ള ജീന്റെ വാല്യൂ ചെറുതായിട്ടൊരു വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? നമ്മുടെ ഈ 6 മാത്രമാണ്. ഈ 6 മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ചെയ്യുക, ചെറിയൊരു വാല്യൂ. ഓക്കെ, അപ്പൊ നമുക്കറിയാം G എന്ന് പറയുന്നത് എന്തിന്റെ പ്രപ്പോർഷനിലാണ്? 1/r² ആണ് അല്ലെ. 1/r². ആറിന്റെ വാല്യൂ കൂടുമ്പോ ജിന്റെ വാല്യൂ കുറയും. ആറിന്റെ വാല്യൂ കൂടുമ്പോ ജിന്റെ വാല്യൂ കൂടും. ഓക്കെ, സോ നമുക്കറിയാം ഇവിടെയുള്ള ഇക്വറ്റോറിയൽ റേഡിയസ് ആണ് കൂടുതൽ. സോ ഇവിടെയുള്ള ഇക്വറ്റോറിയലുള്ള ജിന്റെ വാല്യൂ കുറവായി. ഇക്വറ്റോറിയലുള്ള ജിന്റെ വാല്യൂ കുറവാണ്. ഇനി പോളിലേക്കാണെങ്കിൽ പോളിലേക്കുള്ള റേഡിയസ് കുറവാണ്. സോ ഇവിടെയുള്ള ജിന്റെ വാല്യൂ എന്തായിരിക്കടാ? കൂടുതലാണ്. ഓക്കെ, ജിന്റെ വാല്യൂ
മാക്സിമം അറ്റ് പോളാണ്. ജിന്റെ വാല്യൂ എവിടെയായിരിക്കും? മാക്സിമം പോളിലാണ്. ഇവിടെയുള്ള വാല്യൂ എന്ന് പറയുന്നത് 9.78 സോറി 9.83 ആണ്. ഇവിടെയുള്ള പോളിലുള്ള ജിന്റെ വാല്യൂ. കാരണം നമുക്കറിയാം പോളിലുള്ള റേഡിയസ് കുറവാണ്. സോ ജിന്റെ വാല്യൂ സ്ലൈറ്റ്ലി കൂടുതലാണ്. സോ ഇറ്റ് ഈസ് 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ഇക്വറ്റോറിലുള്ള ജിന്റെ വാല്യൂ എത്രടാ? 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ആണ്. ഓക്കെ, അപ്പൊ വാല്യൂ ഓഫ് ജീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ നമുക്ക് ജി ആണ്. എം ഉണ്ട്, ആ സ്ക്വയർ ഉണ്ട്. പിന്നെ നമുക്കറിയാം ആർ അല്ലെ, ആറിന്റെ വാല്യൂ ചെറുതായിട്ട് സ്ലൈറ്റ്ലി വാരി ചെയ്യുന്നുണ്ട്. പോളിലേക്കുള്ള റേഡിയസ് കുറവും ഇക്വറ്റോറിലേക്കുള്ള റേഡിയസ് കൂടുതലുമാണ്. നമുക്കറിയാം ജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ആണ്. സോ ആറിന്റെ വാല്യൂ കൂടുമ്പോൾ ജിന്റെ വാല്യൂ കുറയും. സോ ഇക്വേറ്ററിലുള്ള ജിന്റെ വാല്യൂ കുറവാണ്, പോളിലുള്ള ജിന്റെ വാല്യൂ സ്ലൈറ്റ്ലി കൂടുതലാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ഇനി മാസ് വെയിറ്റ്. എന്താണ് ഈ മാസും വെയിറ്റ്? രണ്ടും ഒന്ന് തന്നെയാണോ? മാസും വെയിറ്റും അല്ലേ? നമ്മൾ ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചത് എന്താണ്? മാസും വെയിറ്റും ഒന്നാണ് അല്ലെ? ഒന്നാണോ? അല്ല. എന്താ ഈ മാസ് എന്ന് പറഞ്ഞാല്? മാസ് എന്ന് പറഞ്ഞാല് ആ ഒബ്ജക്റ്റിൽ അടങ്ങിയിട്ടുള്ള എമൗണ്ട് ഓഫ് മാറ്റർ ആണ് എന്ത്? മാസ് എന്ന് പറയുന്നത്. ഓക്കെ, മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ ആൻ ഒബ്ജക്റ്റ്. ഈ മാസ് എന്താടാ? ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. മാസ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഇനി മാസ് അല്ലെ, മാസിന്റെ യൂണിറ്റ് ആണ്, SI യൂണിറ്റ് ആണ് കിലോഗ്രാം. മാസിന്റെ SI യൂണിറ്റ് ആണ് കിലോഗ്രാം. ഇനി മാസ് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ആ മാസ് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യാ? ബൈ യൂസിങ് കോമൺ ബാലൻസ് അല്ലെ. മാസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? കോമൺ ബാലൻസ്. ഓക്കെ ആണല്ലോ? മാസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കോമൺ ബാലൻസ്. ഓക്കെ, മാസ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് മാറ്റർ, ദെൻ ഇറ്റ്സ് എ സ്കേലാർ ക്വാണ്ടിറ്റി, യൂണിറ്റ് കിലോഗ്രാം, കോമൺ ബാലൻസ് യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് എന്ന് പറഞ്ഞാല് which is a force with which gravity pulls an object അല്ലെ. ഒരു ഒബ്ജക്റ്റിനെ എർത്ത് അല്ലെ അതിന്റെ സെൻട്രലിലോട്ട് അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത്? വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു 2 കിലോഗ്രാം മാസുള്ള ഒരു ഒബ്ജക്റ്റിന് എർത്ത് അതിന്റെ സെൻട്രലിലോട്ട് അട്രാക്ട് ചെയ്യുന്നത് ഗ്രാവിറ്റി. അത് നമ്മൾ പറയുന്ന പേരാണ് വെയിറ്റ്. വെയിറ്റ് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെയിറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഒരു സ്പ്രിംഗ് ബാലൻസ് ആണ്. വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പ്രിംഗ് ബാലൻസ്. മാസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കോമൺ ബാലൻസ്. അങ്ങനെയാണെങ്കിൽ വെയിറ്റിന്റെ യൂണിറ്റ് എന്താടാ? ന്യൂട്ടൺ ആണ്. വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഓക്കെ, ഇത് രണ്ടും വേർതിരിച്ച് എഴുതാൻ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒന്ന് ഓർത്ത് വെക്കുക. മാസ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, വെയിറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് W ഈക്വൽ ടു M മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G. വെയിറ്റ് കാണാൻ പറഞ്ഞാൽ എങ്ങനെയാണ്? മാസ് ഇൻറ്റു G. ഇനി ഈ മാസ് എന്ന് പറയുന്നത് സെയിം ആണ് അല്ലെ. നമ്മൾ ഫോർ എക്സാമ്പിൾ എർത്തിലുള്ള ഒരാളുടെ മാസും മൂണിലുള്ള ഒരാളുടെ മാസും സെയിം ആണ്. ഇനി വെയിറ്റോ അല്ല. വെയിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? വെയിറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ G. ജിന്റെ വാല്യൂ മാറുമ്പോ വെയിറ്റ് മാറും. ഓക്കെ, എർത്തിലുള്ള ജിന്റെ വാല്യൂ 9.8 ആണെങ്കിൽ മൂണിലുള്ള ജിന്റെ വാല്യൂ 1.62 ആണ്. ഈ ജിന്റെ വാല്യൂ ഓരോ പ്ലാനറ്റിലും ജിന്റെ വാല്യൂ മാറും അല്ലെ. സോ ജിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് അതിന്റെ എന്ത് മാറുന്നുണ്ടാ? അതിന്റെ വെയിറ്റ് മാറുന്നുണ്ട്. മാസ് എല്ലായിടത്തും ഒന്നാണ് അല്ലെ. ഇപ്പൊ ജൂപ്പിറ്റർ, ഇപ്പൊ ഒരാൾക്ക് എർത്തിലുള്ള മാസ് 60 കിലോഗ്രാം ആണെങ്കിൽ ജൂപ്പിറ്ററിലുള്ള മാസ് എത്രയാണ്? 60 തന്നെ. മാസം മാറുന്നുണ്ടോ? ഇല്ല. എന്ത് മാത്രമേ മാറുന്നുള്ളൂ? ഇവിടെ ഇതിന്റെ വെയിറ്റ് മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്തതാണ് എന്താണ് 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ? 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ മുകളിൽ എർത്ത് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? 1
കിലോഗ്രാം വെയിറ്റ്. ഓക്കെ, 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ മുകളിൽ എർത്ത് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് എന്താ 1 കിലോഗ്രാം വെയിറ്റ്. 1 കിലോഗ്രാം വെയിറ്റ് ഇസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സേർട്ടഡ് ബൈ ദ എർത്ത് ഓൺ ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 1 കിലോഗ്രാം. 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ മുകളിൽ എർത്ത് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത് 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് എന്ത് ഫോഴ്സ് F ഈക്വൽ ടു mg. F ഈക്വൽ ടു mg. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി 1 കിലോഗ്രാം വെയിറ്റ് ആണെങ്കിൽ 1 കിലോഗ്രാം മാസ് ഉള്ള ഒബ്ജക്റ്റിന്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത് എർത്ത് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. സോ 1 ജിന്റെ വാല്യൂ 9.8. ഓക്കെ, which is equal to 9.8 ന്യൂട്ടൺ. 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ 1 കിലോഗ്രാം വെയിറ്റ് ഈക്വൽ ടു 9.8 ന്യൂട്ടൺ. 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് 9.8 ന്യൂട്ടൺ ആണ്. ചിലപ്പോ ചോദിക്കാൻ 2 കിലോഗ്രാം വെയിറ്റ് എത്രയാണ്? സോ 9.8 into 2 ചെയ്യുക. ഓക്കെ ആണല്ലോ. അടുത്തത്, ദ മാസ് ഓഫ് an object is 10 kilogram. Calculate its weight on the earth. What would be its weight if on the moon? അല്ലെ, മാസ് തന്നിട്ടുണ്ട് എത്രയാണ് 10 കിലോഗ്രാം ആണ്. സോ 10 കിലോഗ്രാം ആണെങ്കിൽ ആളുടെ വെയിറ്റ് എത്രയാ? എർത്തിലെ വെയിറ്റ് ആണ് കേട്ടോ. സോ നമുക്കറിയാം വെയിറ്റ് W ഈക്വൽ ടു mg. മാസ് തന്നിട്ടുണ്ട് 10, ഇനി ജിന്റെ വാല്യൂ 9.8. സോ 98 ന്യൂട്ടൺ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ മൂണിലെ വെയിറ്റ് എത്രയാടാ? മൂണിലെ വെയിറ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 10 into 1.62. 10 into 1. ഈ 1.62 എന്ന് പറയുന്നത് എന്താണ്? മൂണിലെ ജീന്റെ വാല്യൂ. മൂണിലെ ജീന്റെ വാല്യൂ ആണ് 1.62. സോ നമ്മുടെ ആൻസർ എത്ര കിട്ടും? 16.2 ന്യൂട്ടൺ. ഓക്കെ, ഒരാളുടെ എർത്തിലുള്ള വെയിറ്റും ഒരാളുടെ മൂണിലുള്ള വെയിറ്റും എന്തല്ല? സെയിം അല്ല. മാസ് സെയിം ആണ്, വെയിറ്റ് സെയിം അല്ല. വെയിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? വെയിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടടാ? എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? വാല്യൂ ഓഫ് ജി. ജി മാറുമ്പോ എന്ത് മാറും? ജി മാറുമ്പോ എന്ത് മാറും? ഇതിന്റെ വെയിറ്റ് മാറുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ വെയിറ്റ് ഓഫ് എൻ ഒബ്ജെക്ട് അറ്റ് ദ സെന്റർ ഓഫ് എർത്ത്? അല്ലെ, എർത്തിന്റെ സെന്ററിലുള്ള ജിന്റെ വെയിറ്റ് എത്രയാണ്? നമുക്കറിയാം അറ്റ് ദ സെന്റർ ഓഫ് എർത്ത് ജിന്റെ വാല്യൂ എത്രയാണ്? 0. സെന്റർ ഓഫ് ദ എർത്തില് ജിന്റെ വാല്യൂ 0. സോ W ഈക്വൽ ടു mg. സോ m into 0 equal to 0. ഓക്കെ, അപ്പൊ ഒരു ഒബ്ജക്റ്റിന്റെ സെന്റർ ഓഫ് എർത്തിലുള്ള വെയിറ്റ് എത്രയാടാ? 0. എത്രയാണ്? 0. മനസ്സിലായല്ലോ? വെയിറ്റ് കാരണം G 0 ആണ്, ജിന്റെ വാല്യൂ സെന്ററിൽ 0 ആണ്. സോ വെയിറ്റ് ഈസ് ആൾസോ ഈക്വൽ ടു 0. ഇനി അടുത്തതാണ് ഫ്രീ ഫാൾ. അല്ലെ, ഫ്രീ ഫാൾ അല്ലെങ്കിൽ വെയിറ്റ്ലെസ്നെസ്. നമുക്കറിയാം ഇപ്പൊ നമ്മുടെ സുനിത വില്യംസ് ഒക്കെ നമ്മളെ സ്പേസിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന പോലെ ഫ്രീ ആയി നടക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാ? അവര് എർത്ത് അട്രാക്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഫ്രീ ഫോൾ ചെയ്യുന്നത്? ഓക്കെ, സോ എന്താണ് ഈ ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ? അല്ലെ, ഇപ്പൊ വീഴുന്ന നമ്മൾ പാരഷൂട്ട് ഫ്രീ ഫോൾ ആയി വീഴുന്ന പോലെ. ഇനി നമ്മൾ എന്താ പറയാ, നമ്മുടെ ഈ ഒരു നമ്മുടെ ആ യന്ത്ര ഊഞ്ഞാലൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ നമുക്കൊരു ഫ്രീ ഫോൾ ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ എന്താ ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാല്, ഇഫ് എൻ ഒബ്ജക്ട് ഈസ് അലോഡ് ടു ഫോൾ ഫ്രീലി ഫ്രം എ ഹൈറ്റ്, അല്ലെ, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി മൂലം മാത്രം ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വീഴുകയാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ മോഷനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്രീ ഫോള്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഓൺലി അണ്ടർ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, അല്ലെ, എർത്തിന്റെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി മൂലം മാത്രം ഒരു ഒബ്ജക്റ്റ് വീഴുകയാണെങ്കിൽ അങ്ങനത്തെ മോഷനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്രീ ഫോള്. ഓക്കെ, ഒരാൾ ഫ്രീ ഫോളിലാണെങ്കിൽ അയാൾക്ക് എന്ത് ഫീൽ ചെയ്യൂടാ? വെയിറ്റ്ലെസ്നെസ്. ഓക്കെ, ഒരാൾ ഫ്രീ ഫോളിലാണെങ്കിൽ അയാൾക്ക് വെയിറ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും. അതായത് അയാൾക്ക് വെയിറ്റ് ഇല്ല എന്നാണോ അർത്ഥം? അല്ല, അയാൾക്ക് വെയിറ്റ് ഉണ്ട്, അല്ലെ, പക്ഷെ ഇയാളുടെ ഈ ഫോഴ്സ് റിക്വയർഡ് ഫോർ ആക്സിലറേഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഫോഴ്സ് ഓഫ് ഇയാളുടെ വെയിറ്റ് അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്തിന് യൂസ് ചെയ്തു? ആക്സിലറേഷൻ കൊടുക്കാൻ വേണ്ടി. അയാൾ ഫ്രീ ഫോൾ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ആക്സിലറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അയാളുടെ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി യൂസ് ചെയ്ത്. ദ എൻറ്റയർ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ആക്സിലറേഷൻ.
സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ദ ഒബ്ജക്ട് വിൽ ബി വെയ്റ്റ്ലെസ്. ഓക്കെ, വൈ ഡസ് എ ഫ്രീലി ഫോളിംഗ് ബോഡി എക്സ്പീരിയൻസ് വെയ്റ്റ്ലെസ്? അയാളുടെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്തിനു യൂസ് ചെയ്തു? അയാളുടെ ഈ ഒരു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്തിനു യൂസ് ചെയ്തു? ആക്സലറേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു. ഓക്കെ ആണല്ലോ. അടുത്തതാണ് സർക്കുലാർ മോഷൻ. എന്താണ് സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ഒബ്ജക്റ്റ് മൂവിങ് അലോങ് എ സർക്കുലാർ പാത്ത് നമ്മൾ പറയുന്ന പേരാണ് സർക്കുലാർ മോഷൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റോൺ ഒരു ത്രെഡിൽ ടൈ നമ്മളിങ്ങനെ ചുറ്റുമ്പോൾ ഇറ്റ്സ് എ സർക്കുലാർ മോഷൻ. പിന്നെ നമ്മളെ വാച്ചിലെ സൂചി കറങ്ങുന്ന സർക്കുലാർ മോഷൻ. സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്നത് അല്ലെ, സാറ്റലൈറ്റ് റിവോൾവ്സ് അറൌണ്ട് ദ എർത്ത് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ സർക്കുലാർ മോഷൻ. പിന്നെ എ ഫാൻ ബ്ലേഡ് അല്ലെ, നമ്മുടെ ഫാന് കറങ്ങുന്നതൊക്കെ എന്താണ്? സർക്കുലാർ മോഷന് എക്സാമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ വെയിറ്റ് ഓഫ് എൻ ഒബ്ജക്ട് ഓഫ് എ മാസ് 10 കിലോഗ്രാം ഓൺ എ പ്ലാനറ്റ് ഹാവിംഗ് ട്വൈസ് ദ മാസ് ആൻഡ് 3 times the radius of the earth? ഓക്കെ, ഒരാളുടെ ഏർത്തിലുള്ള മാസ് തന്നിട്ടുണ്ട് അല്ലെ, എത്രയാണ്? 10 കിലോഗ്രാം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാളെ നമ്മൾ ഒരു പ്ലാനറ്റ് കൊണ്ടുപോയി അല്ലെ, ആ പ്ലാനറ്റ് പ്രത്യേകത എന്താണ്? അവിടെയുള്ള ആ പ്ലാനറ്റില് മാസ് എത്രയാടാ? ട്വൈസ് ദ മാസ് ആണ്. ഓക്കെ, മാസ് എന്ത് ചെയ്തിട്ടുണ്ട്? എം ട്വൈസ് എം ആയിട്ടുണ്ട്. ഇനി ആർ എന്തായിട്ടുണ്ട്? 3R ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കറിയാം വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? എം ഇൻറ്റു ജി ആണ്. മാസ് തന്നിട്ട് ജി നമുക്ക് അറിയൂല. പക്ഷെ നമുക്ക് അറിയുന്ന ഒരു കേസ് ഉണ്ട്. എർത്തിലെ ജി എന്താണ്? 9.8 ആണ്. എർത്തിലെ ജി 9.8 ആണ്. അതായത് ജി എം ബൈ ആർ സ്ക്വയർ എന്തിന് ഈക്വൽ ആണ്? 9.8 ഈക്വൽ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ എമ്മിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ട്വൈസ് ആക്കിയിട്ടുണ്ട് അല്ലെ. അപ്പോ ജി നമുക്കറിയാൻ മാറുന്നില്ല, ഇത് നമ്മൾ ട്വൈസ് ആക്കി. പിന്നെ റേഡിയസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ത്രൈസ് ആക്കിയിട്ടുണ്ട്. 3R square. Okay, so 2GM by 3R square എന്താണോ? 9R square. Okay, so നമുക്ക് എന്ത് കിട്ടും? 2GM by 9R square. Okay, ഈ GM by R square വാല്യൂ എത്രയാടാ? 9.8 അല്ലേ. സോ നമുക്ക് എങ്ങനെ കിട്ടും? 2/9 into 9.8 എന്ന് കിട്ടും. ഓക്കെ, 2 into 16 balance 1, 19.6 by 9. ജിന്റെ വാല്യൂ ആണ്. ഓക്കെ, സോ ജി ഈക്വൽ ടു 2 times അപ്പൊ നമുക്ക് 2.17 ജിന്റെ വാല്യൂ 2.17. ഓക്കെ ആണല്ലോ. സോ അപ്പൊ നമുക്കറിയാം W ഈക്വൽ ടു എം ജി. ഓക്കെ, സോ എം എത്രയാണ്? 10 തന്നിട്ടുണ്ട്. 10 into 2.17. സോ ദ ആൻസർ വിൽ ബി 21.7 ന്യൂട്ടൺ. 21.7 ന്യൂട്ടൺ. ആണല്ലോ. ഓക്കെ, so the chapter is completed. Okay,
സോ ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം നമുക്കറിയണം ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലെ. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്ത് എല്ലാ ഒബ്ജക്ട്സുകളെയും അതിന്റെ സെന്ററിലോട്ട് അട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. എർത്ത് മാത്രമല്ല, എല്ലാ ഒബ്ജക്ട്സുകളും തമ്മിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു ലോ, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ നമുക്ക് പറയാനുണ്ട്, ഗ്രാവിറ്റേഷണൽ ലോ എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫോഴ്സ് ഓഫ് അല്ലെങ്കിൽ എന്താ പറയാ, യൂണിവേഴ്സൽ ലോ പഠിക്കാൻ സെയിം. സോ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അഗൈൻ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലെ. ഇപ്പൊ എന്താണ്? എല്ലാ ഒബ്ജക്ട്സുകളും, എർത്ത് മാത്രമല്ല എല്ലാ ഒബ്ജക്ട്സുകളും, യൂണിവേഴ്സിലെ എല്ലാ ഒബ്ജക്ട്സുകളും അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഈ അട്രാക്റ്റീവ് ഫോഴ്സ് അവരുടെ മാസുകളുടെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനലും ഇവരുടെ ഡിസ്റ്റൻസിന്, സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? F equal to G m1 m2 by d square. ജിന്റെ വാല്യൂ, ജിനെ നമ്മൾ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ജിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെ. ഈ ഒരു ഒബ്ജക്റ്റ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് താഴേക്ക് വിടുന്ന സമയത്ത് ഒരു ആക്സലറേഷൻ ഉണ്ടാവും. സോ ദാറ്റ് ആക്സലറേഷൻ ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ G, വാല്യൂ 9.8. ഓക്കെ ആണല്ലോ. സോ പിന്നെ നമ്മൾ ഫെദർ ആൻഡ് കോയിൻ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എർത്തില് അല്ലെ, എർത്തില് ജിന്റെ വാല്യൂ ചെറുതായിട്ട് സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ട്. ഇക്വറ്റോറിയൽ റേഡിയസ് കൂടുതലും പോളാർ റേഡിയസ് ചെറുതുമാണ്. സോ ഇക്വറ്റോറിയൽ റേഡിയസ് കൂടുമ്പോൾ തന്നെ ഇക്വറ്ററിലുള്ള ജിന്റെ വാല്യൂ കുറയും. പോളിയർ റേഡിയസ് കുറവായതുകൊണ്ട് പോളിലേക്കുള്ള എന്താ പറയാ ജിന്റെ വാല്യൂ കൂടുതലാണ്. ഇനി മാസും വെയിറ്റും എന്താ നോക്കി. 1 കിലോഗ്രാം വെയിറ്റ് എന്താണ്? പിന്നെ എർത്തിന്റെ സെന്ററിലുള്ള വെയിറ്റ് 0 ആസ് G equal to 0. ഫ്രീ ഫോൾ അല്ലെ, ഒരു ഒബ്ജക്റ്റ് ഓൺലി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫ്രീ ഫോൾ ആണെന്ന് പറയും. ഒരാൾ ഫ്രീ ഫോളിലാണ്, അയാൾ വെയിറ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും. അതെന്തുകൊണ്ടാണ്? അയാളുടെ ആ ഒരു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്തിന് യൂസ് ചെയ്തിട്ടുണ്ട്? ആക്സലറേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു തവണ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. പിന്നെ നമ്മൾ സർക്കുലർ മോഷൻ എന്താ നോക്കി. പിന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ let's wind up this chapter. Thank you.